ഹായ് ചിൽഡ്രൻ, നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ മൈ മിസ്റ്റീരിയസ് പിക്ചർ ആ ലെസണാണ് നമ്മൾ എടുത്തിരുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു. ഏകദേശം 2 പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3ാമത്തെ പാരഗ്രാഫാണ് അടുത്തത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിൽ the painter, he roamed almost all the places in the countries, and later he reached in the palace of Archduke of Battenberg. അവിടെ ഒരു ഡോങ്കിയുടെ പുറത്തു നിന്ന് ഇറങ്ങി. അപ്പോഴായിരുന്നു ഇത് captain of the guards called him and told him, where are you going, who are you, where do you come from? And the captain of the guards asked these questions. അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തെ അകത്തേക്ക് കടത്തി വിടുന്നു. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞത്, അവിടെ നിൽക്കുമായിരുന്നു. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു. നീയും അതുപോലെ തന്നെ ഡോങ്കിയും ഒക്കെ തന്നെ വളരെ സ്കെൽട്ടനാണ്, എന്താ അങ്ങനെ സംഭവിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനല്ല ഉത്തരവാദി, ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. നിങ്ങളുടെ യൂണിഫോമിൻ്റെ മുകളിലുള്ള സ്വർണത്തിൻ്റെ ഒരു പീസ് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ മട്ടൻ വാങ്ങി കഴിക്കും എന്നുള്ള ലെവലൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അടുത്ത ഒരു പാരഗ്രാഫ്, 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഇത് പറയുന്ന സമയത്ത് ക്യാപ്റ്റൻ എന്ത് ചെയ്യുകയായിരുന്നു? The captain was playing a game of chess with another officer. ആ സമയത്ത് ക്യാപ്റ്റൻ വേറെ ഓഫീസറായിട്ട് ചെസ് കളിക്കുകയായിരുന്നു. He looked curiously at a tile. ടൈലിനെ അദ്ദേഹം വളരെ ക്യൂരിയസോടുകൂടി നോക്കി. ക്യൂരിയസോടുകൂടി എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ ജിജ്ഞാസയോടുകൂടി, വളരെ, കാരണം അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ ലുക്ക് ഡിഫറെൻ്റ് ആയി അല്ലേ. ബോത്ത് ഓഫ് ദം ആർ ലൈക്ക് സ്കെൽട്ടനെ പോലെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഷാബി ലുക്കിംഗ് ഒക്കെ കണ്ടിട്ടാണ് ചോദിച്ചത്. കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് കണ്ടിട്ട് നേരെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിൻ്റെ ക്യാപ്റ്റൻ അവരെ ഒന്ന് തുറിച്ചു നോക്കി. Curiously, അതാണ് 3ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത്. The captain was playing a game with chess, playing a game of chess with another officer. He looked curiously at tile. ടൈൽ നേരെ വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കി, വളരെ ജിജ്ഞാസയോടുകൂടിയാണ് നോക്കിയത്, ആവേശത്തോടെ. Where do you come from? എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, Where do you come from? He asked. അദ്ദേഹം ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്? From Flanders. എന്നാൽ അയാൾ പറയാണ്, ടൈല് പറയാണ്, ഞാൻ ഫ്ലാൻഡേഴ്സ് എന്നാണ് വരുന്നത്. ഫ്ലാൻഡേഴ്സിലുള്ള ആളുകളെ സാധാരണ ഇതിന് വിളിക്കുന്നത് ഫ്ലെമിഷ് എന്നാണ് വിളിക്കുന്നത്. ഫ്ലാൻഡേഴ്സിലുള്ള ആളുകളെ ഫ്ലെമിഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻസ്, നമ്മളുള്ള ഇന്ത്യൻ, സുഡാനി, ഇറാനി, അങ്ങനെ ഓരോ രാജ്യക്കാരെ ആ രീതിയിൽ, പ്രത്യേകിച്ച് ഫ്രാൻസിലുള്ള ആൾക്കാരെ ഫ്രഞ്ചുകാരാണ്. അതുപോലെ ഫ്ലാൻഡേഴ്സിലുള്ള ആളുകളെ ഫ്ലെമിഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഫ്ലാൻഡേഴ്സ് എന്നുള്ള ആളാണ്. റിപ്ലൈഡ് ടൈൽ, what do you want? And he asked again what he wanted. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. I should like to show His Highness the Archduke one of my paintings. I am a painter. അപ്പോൾ പറയാണ്, I should like to show His Highness. I should like, would like. What is meaning? Should like, would like. Should like to, would like to. ഇത് രണ്ടും വന്ന് ഇതിൽ രണ്ടിനെ കൂടെ ടു പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. വെർബിന്റെ ആദ്യത്തെ ഫോമാണ് ഇതിന്റെ കൂടെ വെക്കേണ്ടത്. എന്താ ഇതിന്റെ മീനിങ്? ഇതിന്റെ മീനിങ് വരുന്നത് വാണ്ട്, വേണം, വേണം എന്നുള്ള അർത്ഥമാണ് ഇതിൽ വരുന്നത്. വുഡ് ലൈക്ക്, ഷുഡ് ലൈക്ക്. അപ്പോൾ വാണ്ട്, ഐ വാണ്ട് എ പെൻ. അവിടെ ഐ വുഡ് ലൈക്ക്, ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നത് നോക്കാം. ഐ ഷുഡ് ലൈക്ക് ടു ഷോ, കേട്ടോ, ഷുഡ് ലൈക്ക് ടു ഷോ, കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഷോ. ഷുഡ് ലൈക്ക് ടു ഷോ മീൻസ് വാണ്ട് ടു ഷോ ആണ്. അപ്പോൾ വാണ്ട് വെക്കാണ്ട് ഷുഡ് ലൈക്ക് വെക്കാൻ കാരണം എന്താണ്? ഷുഡ് ലൈക്കും വുഡ് ലൈക്കും കാണിക്കുന്ന പൊളൈറ്റ്നെസ് ആണ്, മര്യാദയെ കാണിക്കുന്നത്. ഒരു മര്യാദയെ കാണിക്കുന്നതാണ് ഷുഡ് ലൈക്കും വുഡ് ലൈക്കും. അതെന്ത് വാണ്ടോ? ഇത് മര്യാദ ഉണ്ടാവുന്നത്. നമ്മുടെ താഴെയുള്ള നമ്മുടെ ജൂനിയേഴ്സിനോട് നമ്മൾ പറയും, വാട്ട് ഡു യു വാണ്ട്? ഇതാണ് സീനിയർ മോസ്റ്റ് ഫെലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഡു യു വാണ്ട് ചോദിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു നോ. അപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യമൊക്കെ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിങ്ങൾ ചോദിക്കുന്നത്, സർ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. സർ ഐ വാണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. അതാണ് സാറ് നിങ്ങളോട് ചോദിച്ചപ്പോൾ പറയും, ഐ വാണ്ട് ടു നോ എന്ന് പറഞ്ഞോണ്ട് പറയും. അപ്പോൾ വാണ്ട് തന്നെയാണ് ഷുഡ് ലൈക്കും വുഡ് ലൈക്കും വ്യത്യാസം, പൊളൈറ്റ്നെസ്. ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ്. ഹിസ് ഹൈനസ് അവിടെ കാണാം. ഹിസ് ക്യാപിറ്റലാണ്, ഹൈനസിന്റെ എച്ച് ക്യാപിറ്റലാണ്. ഹിസിന്റെ എച്ചും ക്യാപിറ്റലാണ്. എന്തുകൊണ്ടാണ് അത് രാജാക്കന്മാർ അങ്ങനെ വിളിക്കുന്നത്? അങ്ങൊന്ന് അടിയൻ, രാജാവേ എന്നൊക്കെ രാജാവിനോട് ആ ബഹുമാനത്തോടുകൂടി പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഹിസ് ഹൈനസ് പറയുന്നത്. I should like to show His Highness
the Archduke, one of my paintings, I am a painter. അയാൾ പറഞ്ഞ് ഒരു പെയിൻറ്റിങ് കാണിക്കാനുണ്ട്. വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്, എൻ്റെ പെയിൻറ്റിങ്ങുകൾ ഒന്ന് കാണിക്കുന്നത്. വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്ലൂറലാണ് വെക്കാൻ പാടും. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, വൺ ഓഫ് മൈ റിലേറ്റീവ്സ്, വൺ ഓഫ് മൈ എനിമീസ്, വൺ ഓഫ് ദെയർ ഫ്രണ്ട്സ്, വൺ ഓഫ് ഹെയർ നെയ്ബേഴ്സ്, ഇങ്ങനെ വെക്കാൻ പാടും. വൺ ഓഫ് കാണിക്കുന്നത് അതിൽ ഒരാൾ, അതിലൊന്ന് എന്നാണ് വൺ ഓഫിൻ്റെ. മനസ്സിലായില്ലേ? വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ് എന്നാണ്. പിന്നെ വരുന്ന വെർബ് വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് സിംഗുലർ വെക്കണം. കാരണം എല്ലാ അയൽക്കാരെ പറ്റി പറയുന്നില്ല, എല്ലാ ശത്രുക്കളെ പറ്റി പറയുന്നത് ശത്രുക്കളിൽ ഒരാളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് സിംഗുലർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാമർ മാത്രമായിട്ടുള്ള സെഷൻസ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങൾ നമ്മളുടെ ചാനൽ വാച്ച് ചെയ്യുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓരോരോ പ്രാവശ്യവും നമ്മളെടുത്ത എപ്പിസോഡ് നിങ്ങളെടുത്ത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ഓക്കെ, കം ടു ദ പോയിന്റ്. ഈ സൈനസ് ദ ഡ്യൂക്ക്, വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്, ഐ എം എ പെയിൻറ്റർ. ഞാൻ പെയിൻറ്ററാണ്, എൻ്റെ പെയിൻറ്റിങ്സ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ബട്ട് if you are a painter and if you come from far Flanders, you may come in, said the captain, somewhat impressed. Somewhat means the തികച്ചും എന്നർത്ഥം. Quite, QUIT, quite, തികച്ചും. QUET quite ഉണ്ട്, അത് ശാന്തമായാണ്. The QUIT തികച്ചും. Somewhat impressed, വളരെ ഇംപ്രസ്ഡ് ആയിട്ട്. പിന്നെ ക്യാപ്റ്റൻ അത് കേട്ടതോടുകൂടി, എന്ത് കേട്ടതോടുകൂടി? ഫ്ലാൻഡേഴ്സ് എന്നുള്ളൊരു പെയിൻറ്ററാണെന്ന് കേട്ടതോടുകൂടി അയാൾക്ക് വളരെ മതിപ്പ് കൂടി. എന്താ കാരണം? ഫ്ലാൻഡേഴ്സിലുള്ള ഈ പെയിൻറ്റേഴ്സിനൊക്കെ വളരെ വാല്യൂബിളാണ്, മാർക്കറ്റിൽ വലിയ വിലയുള്ള. യൂറോപ്യൻ കൺട്രീസിലൊക്കെ തന്നെ ഫ്ലാൻഡേഴ്സ് എന്ന് വരുന്നിട്ടുള്ള ഫ്ലെമിഷ് പെയിൻറ്റേഴ്സിൻ്റെ പെയിൻറ്റിനൊക്കെ വലിയ വിലയാണ്. അവരുടെ പെയിൻറ്റിങ്സ് ഒക്കെ വലിയ വാല്യൂബിളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് അവരെ അനുവദിച്ചത്. ഇഫ് യു ആർ എ പെയിൻറ്റർ, ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ്, യു മേ കം ഇൻ. നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ ഓക്കെ, പെയിൻറ്റർ അല്ലേ, വരൂ, നിങ്ങൾ കേൾക്കാം. അയാൾ അനുവദിച്ചു. അകത്ത് പ്രവേശിക്കാൻ guard of the captain of the guard allowed him to enter the palace because he was an artist from Flanders. Because during those days, the artist of Europe, that means the artist from the Flanders, that means a Flemish, and their pictures very valuable ആണ്, വളരെ valuable ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് അവരുടെ. അവിടെ തന്നെ കുറേ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവരങ്ങനെ അനുവദിച്ചത്. സംബഡ് ക്യാപ്റ്റൻ സംബഡ് ഇംപ്രസ്ഡ്. അത് താഴോട്ട് പറയുന്നത്, ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ദ ഫ്ലെമിഷ് പെയിന്റേഴ്സ് ആൻഡ് ദെയർ പിക്ചേഴ്സ് വർ ഇൻ എ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. അവരുടെ പെയിന്റിങ്സ് ഒക്കെ തന്നെ വളരെ ഡിമാൻഡുള്ളതാണ്. അപ്പോൾ ഡിമാൻഡുള്ള സാധനമാകുമ്പോൾ നമ്മൾ അനുവദിക്കല്ലോ. അപ്പോൾ ഫ്ലാൻഡേഴ്സ് എന്നുള്ള ഒരു ചിത്രകാരനാണെന്ന് പറഞ്ഞതോടുകൂടി ഈ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? ഓക്കെ, ഹി ഗേവ് പെർമിഷൻ ടു എൻ്റർ ദ പാലസ് ആൻഡ് സീ ദ ആർച്ച്ഡ്യൂക്ക്. ആ പ്രഭുവിനെ കാണാൻ വേണ്ടി അദ്ദേഹം അനുവദിച്ചു. The tile was presented to Archduke. ടൈൽ നേരെ പോയിട്ട് ആർച്ച്ഡ്യൂക്കിന്റെ മുമ്പിൽ അവിടെ നിന്നു. അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി നിർത്തി. He saluted the Archduke 3 times and stood before him with his head bowed. With his head bowed. Bow എന്ന് പറയുന്നത് ഇങ്ങനെ നിർത്തും. അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ കുനിച്ചുകൊണ്ട് ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തിന് മുമ്പിൽ നിന്നു. 3 പ്രാവശ്യം ആദ്യം സല്യൂട്ട് കൊടുത്തു, തല കുനിച്ച് അവിടെ നിന്നു. May your highness എന്നിട്ട് ടൈല് പറയാണ്. അവിടുത്തെ ആളുണ്ടല്ലോ, ആരാണ്? ആർച്ച്ഡ്യൂക്ക്. ആർച്ച്ഡ്യൂക്കിനോട് ടൈല് പറയണം, May your highness pardon me for my rashness in thinking that one of my paintings will please your highness. രാജാവിനോട് പറയാണ്, രാജാവേ, എൻ്റെ ചിന്ത ധൃതി പിടിച്ചതിനകത്ത് വന്ന് ഈ ചിത്രം നിങ്ങളെ കാണിക്കണം എന്നുള്ള എൻ്റെ ചിന്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ആ ചിന്തയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നെങ്കിൽ എനിക്ക് അത് മാപ്പ് തരണം എന്ന് പറഞ്ഞു. വളരെ വിനയാന്വിതനായി, വളരെ മര്യാദയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അതായത്, ഞാൻ തിരക്ക് കൂട്ടി എൻ്റെ ചിത്രവുമായി അങ്ങയെ കാണിക്കാൻ ഇവിടെ വന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ടൈല് ആർച്ച്ഡ്യൂക്കിന് മുമ്പിൽ. അതാണ് പറഞ്ഞത്, He saluted the Archduke 3 times and stood before him with his head bowed. May your highness pardon me for my rashness in thinking that one of my paintings will please your highness. I have brought a picture of Our Lady, the Virgin, in her royal robes. I have brought a picture of Our Lady. Our Lady എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവർ പ്രൈം മിനിസ്റ്റർ, അവർ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളുടെ ലേഡി ഇവിടെ ആരാണ്? ലേഡി പ്രഭുവിൻ്റെ ഭാര്യ പ്രഭിയുടെ ഒരു ചിത്രം. അതാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് പ്രഭുവിന് കാണാൻ വലിയ താല്പര്യമുണ്ടോ? അത് എങ്ങനെയുള്ളതാണ്? ഇൻ ഹെർ റോയൽ റോബ്സ്.
രാജകീയമായ റോബിലുള്ളത്. റോബ് ശ്രദ്ധിക്കണേ, റോബ്, ROB, റോബ് എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കാണ്. ഇവിടെ ROBE, റോബ്, മേലങ്കി, വസ്ത്രം, അതായത് മുകളിൽ അടിഞ്ഞിരിക്കുന്നത്, കോട്ട് സൂട്ടൊക്കെ പറഞ്ഞ ഒരു ബ്രിഗേഡിയർ, ആർമിയിലുള്ള ഒരു ബ്രിഗേഡിയർ അദ്ദേഹത്തിന്റെ ഓഫീസ് ഡ്യൂട്ടി ടൈമിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വെയർ ചെയ്യുന്നുണ്ടല്ലോ, സ്റ്റാറൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ് ഉണ്ടല്ലോ, അത് അവരുടെ യൂണിഫോമാണ്. അതുപോലെ തന്നെ ഒരു സ്ഥാനത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിഫോമാണ് റോബ്. ആ റോബ് ഇട്ടുകൊണ്ടുള്ള ലാഡിയുടെ, പ്രഭിയുടെ ചിത്രമാണ് അദ്ദേഹം വരച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചിത്രം, ആ റോബ് ഇട്ടിട്ടുള്ള ഒരു ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്, ഞാനത് കാണിക്കാം എന്നാണ് അദ്ദേഹം ടൈൽ അവിടെ പറയുന്നത് രാജാവിന്. And one of the paintings will please your highness. I have brought a picture of our lady the virgin. പരിശുദ്ധയായ നമ്മുടെ പ്രഭി, നമ്മുടെ പ്രഭുവിന്റെ ഭാര്യയുടെ ചിത്രമുണ്ട്, അവരുടെ രാജകീയമായ ഡ്രസ്സിലുള്ളത്. I have painted it especially so that I may lay it at your noble feet. ഞാനൊരു പ്രത്യേക ഒരു രീതിയിലാണ് ഞാനത് വരച്ചിരിക്കുക, അത് നിങ്ങളെ കാൽക്കൽ ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞ ചിത്രം അവിടെ വെച്ചു. അതിനേക്ക് എന്നെ അനുവദിക്കണം. Child paused a few moments for his words to sink in. സിങ്ക് എന്ന് പറഞ്ഞാൽ മിങ്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജാവ് ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ട് കുറച്ച് ഒരു 1-2 പോസ് ചെയ്തതിന് ശേഷം, പോസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോപ്പാണ്, പൂർണ്ണമായിട്ട് നിർത്തലല്ല, സ്റ്റോപ്പ് ചെയ്യുക, കുറച്ച് സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിന് പോസ് എന്നാണ്. ഇപ്പോൾ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന പുറത്ത് പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം കേട്ട്, അപ്പോൾ പോസാണ് നിങ്ങൾ അവിടെ പ്രസ് ചെയ്യേണ്ടത്. റിമോട്ടിൻ്റെ നമ്മൾ പോസ് എന്ന് കാണാം, ഒന്ന് പ്രസ് ചെയ്ത് പോസ് കുറച്ച് സമയത്തേക്ക് ഫോർ ഷോർട്ട് ടൈം സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കണം പുറത്തെന്താ, അതൊരു തേങ്ങ പോണതാണ് അല്ലെ, എന്തോ സംഭവിച്ചാണ്, ഓക്കെ, കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയപ്പോൾ നമ്മൾ അത് ക്ലോസ് ചെയ്ത് നേരെ വന്ന് വീണ്ടും പോസ്റ്റ് ഓർത്തുക. അത് കുറച്ച് സമയത്ത് സ്റ്റോപ്പ് ചെയ്താൽ, മറ്റേത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. അതല്ല, ഇത് ഇദ്ദേഹത്തിന്റെ സംസാരം സ്റ്റോപ്പ് ചെയ്തില്ല, കുറച്ച് സമയത്ത് സ്റ്റോപ്പ് ചെയ്തു. കാരണം മറ്റേ രാജാവ് അത് ചിന്തിക്കാനുള്ള, ആ പ്രഭു അത് ചിന്തിച്ചെടുക്കാനുള്ള, അത് സിങ്ക് ചെയ്യാനുള്ള ഒരു ടൈമാണ് എടുത്തത്. Might at your noble feet, child paused a few moments for his words to sink in. Then he continued, you must forgive me, your highness. എന്നിട്ട് വീണ്ടും അയാൾ പറയാണ്, ടൈലിനായിട്ട് പറയുന്നത്, ഇവിടെ ആർച്ച് ഡ്യൂക്ക് ഒന്നും പറയുന്നില്ല, ഇതുവരെ കേട്ടിരിക്കും, അവൻ പറയുന്നതൊക്കെ കേൾക്കുകയാണ്. എന്നിട്ട് അയാൾ ടൈൽ പറയാണ്, you must forgive me, your highness, if I have dared to hope that this picture will please you. ഈ ചിത്രം നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. അവിടെയും വീണ്ടും വിനയാനന്ദനാകുക. വളരെ മര്യാദയോടുകൂടിയാണ് അദ്ദേഹം അവിടെ സംസാരിക്കുന്നത്. Your highness might wish to offer me the chair of your court painter who died recently. അപ്പോൾ ഈ ഒരു പാലസിലുള്ള, ഈ ഡ്യൂക്കിന്റെ, ഈ പ്രഭുവിന്റെ പാലസിലുള്ള ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറച്ചായിട്ട് മരിച്ചു, ഈ ഇടയായിട്ട് അയാൾ മരിച്ചതാണ്. അപ്പോൾ ആ ഒരു ചെയർ, അദ്ദേഹത്തിന്റെ ആ ഒരു ഒഴിവ് അവിടെ കിടക്കുകയാണ്. അതും ഇയാൾക്കറിയാം, ടൈലിനറിയാം. അതുകൊണ്ട് ടൈൽ പറഞ്ഞ്, ആ മരിച്ച ചിത്രകാരൻ ഒഴിവിലേക്കുള്ള ചെയറിൽ ഇരിക്കാൻ എനിക്ക് അവകാശമുണ്ടെങ്കിൽ അത് തരുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞു. ഐ ക്യാൻ സീ ദ എംപ്റ്റി വാലറ്റ്. എനിക്ക് കാണാൻ കഴിയും എംപ്റ്റി വാലറ്റ്. നോട്ട് വാലറ്റ്, എംപ്റ്റി വെൽവെറ്റ് ചെയർ. ആ വെൽവെറ്റ് ഒക്കെ വിരിച്ചിട്ടുള്ള ഒരു കാലിയായിട്ടുള്ള ആ ചെയർ, അതാണ് ആ പഴയ ചിത്രകാരൻ്റെതാണ്. പഴയ ചിത്രകാരൻ അവിടെ പോയി മരിച്ചുപോയ പഴയ ചിത്രകാരൻ്റെ ആ എംപ്റ്റി ആയിട്ടുള്ള വെൽവെറ്റ് ചെയർ ഞാൻ കാണുന്നുണ്ട്. അത് ഫില്ല് ചെയ്യാൻ എന്നെ അനുവദിച്ചാൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ആ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഐ ക്യാൻ സീ ദ എംപ്റ്റി ചെയർ ആൻഡ് വി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. ആ വെൽവെറ്റ് ചെയർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. അത് ആ വെൽവെറ്റ് ചെയർ വേക്കൻ്റ് ആയിരിക്കുകയാണ്. അവിടെ ആ സ്ഥാനത്തിൽ എന്നെ ഇരുത്തിയാൽ നല്ലതായിരുന്നു എന്നുള്ള ധ്വനിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വെർജിൻസ് പിക്ചർ വാസ് എ സ്പ്ലെൻഡിഡ് പെയിന്റിംഗ്. ഇനി ആ പിക്ചർ കൊടുത്തല്ലോ, ആ ഡ്യൂക്ക് പ്രഭ്യയുടെ ആ ചിത്രം, പ്രഭുവിന്റെ ഭാര്യയുടെ ആ ചിത്രം കൊടുത്തപ്പോൾ അത് വളരെ സ്പ്ലെൻഡിഡ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആയിരുന്നു. അതായത് ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. മേക്കപ്പ് വൺസ് മൈൻഡ്. മേക്കപ്പ് വൺസ് മൈൻഡ്. മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഢനിശ്ചയം എടുക്കുക, തീരുമാനിക്കുക. അപ്പൊ മെയ്ഡപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ആണ്. മേക്കപ്പ് വൺസ് മൈൻഡ് അതൊരു ഫ്രേസ് ആണ്. And a splendid painting, Archduke made up his mind at once. At once means suddenly, immediately, quickly, soon, abruptly. ഒരു മീനിങ് ആണ്. Archduke made up his mind at once. He embraced and kissed him on both cheeks. Cheek, കവിൾത്തടമാണ്. On both cheeks. രണ്ട് കവിൾത്തടത്തിലും അയാൾ മാറി മാറി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു, ഉമ്മ വെച്ചു. കാരണം അദ്ദേഹം സന്തോഷം കൊണ്ട്, കാരണം പ്രഭ്യയുടെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്.
അത് അവരുടെ റോയൽ റോബിലുള്ള രാജകീയ ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ള ചിത്രം വരച്ചിട്ടുണ്ട്. ഇയാൾ നല്ലൊരു ചിത്രകാരനാണ്, അതുപോലെ ഫ്ലാൻഡേഴ്സ് എന്നുള്ള ഫ്ലെമിഷ് പെയിന്ററാണ്. അതൊക്കെ ആൾക്ക് ഒരു ഭാഗ്യം സിദ്ധിച്ച പോലെയാണ്, കിട്ടിയല്ലോ. അങ്ങനെ ഒരാളെ നമ്മൾ തെരഞ്ഞു കണ്ടെത്താതെ ഇപ്പം തന്നെ ഇവിടെ ഒരു പാലസിൽ ഒരു ചിത്രകാരൻ്റെ ഒഴിവുണ്ട്. അപ്പോൾ ഒരു ആളെ തരേണ്ട ആവശ്യമില്ല, നല്ലൊരാൾ വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും 2 കവിളിൽ ഉമ്മ കൊടുക്കുകയും ചെയ്തു അദ്ദേഹം. പിന്നെ kissing him to both sides of the cheeks. He said, I shall be delighted to make you my court painter. അദ്ദേഹം പറയുന്നത്, I shall be delighted, ഞാൻ വളരെ ആനന്ദമുള്ള ഒരാളായിരിക്കും, എനിക്ക് വളരെ സന്തോഷമായിരിക്കും നിങ്ങളെ പെയിന്റർ ആക്കുന്നതിൽ. He directed him to the chair and made him sit on it. അദ്ദേഹത്തെ നേരെ വിളിച്ചുകൊണ്ടേ ആ ചിത്രകാരൻ്റെ ചെയറിൽ അവിടെ കാണിച്ച് അവിടെ ഇരുത്തിച്ചു. ചെയ്യിപ്പിക്കുക എന്നുള്ളത്, ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും വെക്കുന്നത് മേക്ക് പ്ലസ് പ്രസന്റ് ആണ്. എന്താണ് മേക്ക് പ്ലസ് പ്രസന്റ്? ഇരിപ്പിക്കുക. ഐ മെയ്ഡ് ഹിം, ഞാൻ അവനെ കൊണ്ട് പേപ്പറിൽ ഒപ്പിടിപ്പിച്ചു. ഐ മെയ്ഡ് ഹിം സൈൻ ഓൺ ദ പേപ്പർ, ഞാൻ പേപ്പറിൽ ഒപ്പിടിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയണം. അവൻ ഒപ്പിട്ടു, ഞാൻ ഒപ്പിട്ടു, അത് രണ്ടും നമുക്കറിയാം. പക്ഷെ ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ മേക്കിന്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് വേണം പറയാം. മേക്ക് പ്ലസ് പ്രസന്റ്, അത് മെയ്ഡാക്കണം. ഞാൻ അവളെ കൊണ്ട് പുസ്തകം വായിപ്പിച്ചു. ഐ മെയ്ഡ് ഹെർ റീഡ് ദ ബുക്ക്. ഐ മെയ്ഡ് ഹിം ഡു ദ ഹോംവർക്ക്, ഞാൻ അവനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിച്ചു. വി മെയ്ഡ് ദം റൈറ്റ് ദ ലെറ്റർ, ഞങ്ങൾ അവരെ കൊണ്ട് കത്ത് എഴുതിപ്പിച്ചു. ഇങ്ങനെ എന്ത് കാര്യങ്ങളും വേണമെങ്കിലും മേക്ക് പ്ലസ് പ്രസന്റ് വെച്ച് വേണം പറയാം. അതാണ് ഇത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മീനിങ് കിട്ടുക. അതാണ് ഇവിടെ നടന്നത്. നോക്കുക, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഡയറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്, അവരെ ഇരുപ്പിച്ചു. മെയ്ഡ് ഹിം സിറ്റ്, ഉണ്ടല്ലേ? മേക്ക് പ്ലസ് പ്രസന്റ് ആണ്, അതിന്റെ പാസ്റ്റ് ആണ്. ഇരുപ്പിച്ചു എന്ന് പറയുമ്പോൾ മെയ്ഡ് പ്ലസ് പ്രസന്റ്. ഇരുപ്പിച്ചു, ഓൺ ഇറ്റ്, അതിലിരുത്തിച്ചു. വെൽ മൈ ഡിയർ ഫെലോ, ഹി സെഡ്, അവിടെ ഇരുത്തിച്ചതിന് ശേഷം അദ്ദേഹത്തോട് പറയണം, മൈ ഡിയർ ഫെലോ, ഹി സെഡ്, യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്. നിനക്ക് എന്തുണ്ട്? യു ഡു ഹാവ് എ ടങ്. ഡു ഹാവ് വെക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ഉണ്ട് എന്നാണ്. അപ്പൊ യു ഹാവ് എ ടങ് എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ ഡു അവിടെ സ്പെഷ്യലായിട്ട് മുറിച്ച് ഓക്സിഡർ വെച്ചത് ഉറപ്പിച്ച് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്, സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഏത് കാര്യത്തെ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സിഡർ മുറിച്ച് വെക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയാണ് വെക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഐ ഡിഡ് സീ ഹിം എന്ന് പറയില്ല, ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു എന്നുള്ളത് ഐ സോ ഹിം, അത്ര പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ ഉറപ്പിച്ച് ശരിക്കും കണ്ടതാണെങ്കിൽ, ഉറപ്പിച്ച് പറയാനാണെങ്കിൽ ഐ ഡിഡ് സീ ഹിം, ഹി ഡസ് കം ഹിയർ, ഹി കംസ് ഹിയർ എന്ന് പറഞ്ഞാൽ അവനിവിടെ വരാറുണ്ട്, ഹി കംസ് ഹിയർ. പക്ഷെ ഉറപ്പായിട്ട് ഇവിടെ വരാറുണ്ട് എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഹി ഡസ് കം ഹിയർ, അങ്ങനെ ഒരു സന്ദർഭവും കൂടാണ്. അതുപോലെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. യു ഡു ഹാവ് എ ടങ്, ഉറപ്പിച്ചു പറയുന്നത്, നിനക്ക് നല്ല ഒരു നാവുണ്ട്. ഇൻ യുവർ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നിനക്ക് നിന്റെ വായിൽ ഒരു നല്ലൊരു നാവുണ്ട്. ആൻഡ് യു സെർട്ടൺലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. ഇനി ശരിക്കും അത് ഒരു കാര്യം കൂടി ഉണ്ട്, തീർച്ചയാണ്, ഒരു കാര്യം കൂടി തീർച്ചയാണ്. ആ നാവ് കറക്റ്റായിട്ട് വേണ്ട രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നും നിനക്കറിയാം. നിനക്ക് നല്ലൊരു നാവുണ്ട്, അത് വേണ്ട രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നും നിനക്കറിയാം. എന്താ അത്? എന്തുകൊണ്ടാണ്? ഹൗ ഡിഡ് ദ ഡ്യൂക്ക് അണ്ടർസ്റ്റാൻഡ് വെദർ ഹി ഹാസ് എ ഗുഡ് ടങ് ആൻഡ് എ ടോക്കറ്റീവ്. ഹീസ് എ ടോക്കറ്റീവ് ആൻഡ് ഹാസ് എ ടോക്കിംഗ് പവർ. ഒരു സംസാരിക്കുന്നതിനുള്ള ഒരു ശേഷി അയാൾക്കുണ്ട്. ബിക്കോസ് ഹീസ് എ ടോക്കറ്റീവ്. അതാണ് ടോക്കറ്റീവാണ്, സംസാരിക്കുന്നതാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? വളരെ മര്യാദയോടുകൂടി വിനയാന്വിതനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളൈറ്റ്നസ്, അപ്പോൾ അത് നാവുണ്ട്, സംസാരിക്കാൻ അറിയാം. ഇനി സംസാരിക്കുന്നത് തന്നെ എങ്ങനെ സംസാരിക്കണം, ആളുകളുടെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണം, ഓരോരോ വ്യക്തികളെ നോക്കിയിട്ട് അതനുസരിച്ച് സംസാരിക്കാനുള്ള കഴിവും ഇയാൾക്കുണ്ട് എന്നുള്ളതാണ് രാജാവ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് പ്രഭു മനസ്സിലാക്കിയത്. യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ. ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായ നിർത്താണ്ട് സംസാരിക്കുന്നവനാണ് ടോക്കറ്റീവ്. വായാടി എന്നൊക്കെ പറയും. സംസാരിച്ചുകൊണ്ടിരിക്കുക, നിർത്തൂല സംസാരം. അവർക്ക് വേറെ ടോപ്പിക് എന്നുണ്ട്. എന്ത് കിട്ടിയ ഒരാളെ കിട്ടിയ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അവരാണ് ടോക്കറ്റീവ് എന്ന് പറയുന്നത്. ടോക്കറ്റീവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ടോക്കറ്റീവിന്റെ ഓപ്പോസിറ്റ് റിസർവ്ഡ്. ടോക്കറ്റീവ് ഓപ്പോസിറ്റ് വരുന്നത് റിസർവ്ഡ് ആണ്. എന്താ റിസർവ്ഡ്? എന്താ? തീരെ സംസാരിക്കില്ല. അതായത് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയും, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ. അങ്ങനെ കുറെ ആളുകളുണ്ട്, അവർ കൂടുതൽ സംസാരിക്കുന്നില്ല, ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം ഉത്തരം പറയും. അങ്ങനെയല്ല, അവർ റിസർവ്ഡ് എന്ന് പറയും. ഷീസ് റിസർവ്ഡ്. എന്താ അവിടെ റിസർവ് എന്ന് പറഞ്ഞാൽ? എന്താ അവിടെ അങ്ങനെ സംസാരിക്കുന്നില്ല. ആൻഡ് ഷീസ് എ ടോക്കറ്റീവ്, കൂടുതൽ സംസാരിക്കുന്ന വായാടി. ഇപ്പോൾ ടോക്കറ്റീവ് ഓപ്പോസിറ്റ് റിസർവ്ഡ്. ടോക്കറ്റീവ് ആൻഡ് ഷീസ് വെരി റിസർവ്ഡ്. യു ആർ വെരി ടോക്കറ്റീവ് ഫെലോ. ആൻഡ് യു ആർ വെരി ടോക്കറ്റീവ് ഫെലോ. ആൻഡ് യു ക്വസ്റ്റ്യൻ ടാഗ് ആണ് അവിടെ. അവിടെ ആറിൻ്റെ യു. ശരിക്കും അത് ഇംഗ്ലീഷുകാരെ പ്രൊണൗൺസ് ചെയ്യുന്നതോ ആൻഡ് യു എന്നേ കേൾക്കുള്ളൂ കേട്ടോ. ആൻഡ് യു. ഓക്കെ.
നിങ്ങൾ വളരെ ഒരു ടോക്കറ്റീവ് ആയിട്ടുള്ള ആളാണ് അല്ലേ? നിങ്ങളൊരു വായാടിയായിട്ടുള്ള ആളാണല്ലോ അല്ലേ? പ്രഭു ടൈലിനോട് പറഞ്ഞു. അടുത്ത 4th പാരഗ്രാഫാണ്. യുവർ ഹൈനസ്, ടൈൽ പറയാണ്, മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി ജഫ് ഫോർ ജസ്റ്റ് 1 more minute. ഹൈനസിനോട് ഒരു കാര്യം കൂടി പറയാണ്. മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ. ഒരു കാര്യം കൂടി ഞാൻ അവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മൈ ഡോങ്കി, ഡോങ്കിയുടെ പേര് ജഫ് എന്നാണ്. ഫോർ ജസ്റ്റ് 1 more minute, 1 minute ഞാൻ ആ കാര്യം ഒന്ന് പറയട്ടെ. ടൈൽ റിപ്ലൈ, മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ് ഫെയർലി വെൽ. അല്ലേ? has been feeding himself fairly well all along the way on the thorns and the hedges and the grass on the right roadside. അപ്പോൾ എൻ്റെ കൂടെ വന്ന കഴുത എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാ? ഫെയർലി വെൽ ആൻഡ് ഓൾ അലോങ് ദ വേ ഓൺ ദ തോൺസ്. തോൺ എന്ന് പറഞ്ഞാൽ മുള്ളാണ്. റോഡിന്റെ സൈഡിൽ വേലിന്റെ മുകളൊക്കെ മുള്ളുകൾ എവിടെ? തോൺസ് ഇൻ ദ ഹെഡ്ജസ്. ഹെഡ്ജ് എന്ന് പറയുമ്പോൾ മുൾവേലികളാണ്. മുൾവേലികളുടെ മുകളിലുള്ള ആ മുൾവേലിക്കാണ് ഹെഡ്ജസിന്റെ ഹെഡ്ജസ് എന്ന് പറയുന്നത്. വേലിയാണ്, ഫെൻസ് വിത്ത് ബുഷസ്. കുറ്റിച്ചെടികളോട് കവർ ചെയ്ത ഫെൻസിനാണ് ഹെഡ്ജ് എന്ന് പറയുന്നത്. ആ ഹെഡ്ജിന്റെ മുകളിലുള്ള മുള്ളുകളൊക്കെ തിന്നിട്ടാണ് അത് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. വേറെ ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിച്ചില്ല. ആൻഡ് ദ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡ്, പിന്നെ റോഡ് സൈഡിലുള്ള പച്ചപ്പുല്ല് ഇതൊക്കെ തിന്നാണ് എൻ്റെ ഡോങ്കി ഇവിടെ എത്തിയിരിക്കുന്നത്. ഡോങ്കിയുടെ പേര് ജഫ് എന്ന് പറയുന്നത്. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. പക്ഷേ ഞാനൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ ഡോങ്കി പലതും കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട്. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ സ്റ്റൊമക്ക് കംപ്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട്. പെർഹാപ്സ്, ഒരു പക്ഷേ യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. പക്ഷേ നിങ്ങൾക്ക് ആ ശബ്ദം വരെ കേൾക്കാൻ പറ്റും. എൻ്റെ വയറിൻ്റെ അകത്തു നിന്നുള്ള ശബ്ദം വരെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എൻ്റെ സ്റ്റൊമക്ക് വളരെ ട്രബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ദ ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് റോയൽ ടേബിൾ. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്ത് ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. റോയൽ ടേബിളിൽ വെച്ചിട്ട് രാജകീയമായ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ് കഴിഞ്ഞ 3 ദിവസങ്ങളോളം. എനിക്ക് ഈ കാര്യമായ ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ദ ഡ്രീംസ്. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ കൊണ്ട് എൻ്റെ വയറ് നിറയ്ക്കുകയായിരുന്നു. എങ്ങനെയുള്ള സ്വപ്നമാണ്? ഓഫ് ഗുഡ് ഫുഡ്, നല്ല ഭക്ഷണം. ഓഫ് ഗുഡ് ഫുഡ്, ഫൂഡാണ് ഭക്ഷണം. ഫുഡ് പ്രൊനൗൺസിയേഷൻ ഫൂഡാണ്, ഫുഡല്ല. ശ്രദ്ധിക്കണം. പല ആളുകളും ഫുഡ് പറയുന്നുണ്ട്. നമ്മൾ ഫുഡ് പറയും, ഫുഡല്ല. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഫൂഡാണ്. ആൻഡ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ. റോയൽ രാജകീയമായ ടേബിളിൽ ഇരുന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ട് എൻ്റെ വയറ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആർച്ചിഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്. ആർച്ചിഡ്യൂക്ക് പെട്ടെന്നൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. സ്മൈൽഡ്, ലോഫ്ഡ്. എന്താ വ്യത്യാസം? സ്മൈൽഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചിരി, ശബ്ദം ഉണ്ടാവില്ല. അതായത് ലോഫ് എന്താണ്? അപ്പൊ ശബ്ദമുണ്ട്. അപ്പൊ ലോഫ് സ്മൈലും തമ്മിലുള്ള വ്യത്യാസമാണ്. സ്മൈൽ പുഞ്ചിരിയാണ്, ചെറിയ ചിരി. ആ ഒരു ചിരിയോടുകൂടി അദ്ദേഹം പറഞ്ഞു, വെൽ മൈ ഡിയർ ഫെലോ, യു വിൽ certainly have something more solid than dreams to feed on. കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും, പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ തരാം, ഭക്ഷണമൊക്കെ തരാം, പ്രശ്നമൊന്നുമില്ല. ഈ സ്വപ്നം കണ്ട് മാത്രം ഇരിക്കേണ്ട കാര്യമില്ല. അതാണ് പറഞ്ഞത്, യു ഹാവ് സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ. ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാര്യമായിട്ട് റിയൽ ആയിട്ടുള്ള ഇതിലും ഇനി സ്വപ്നമായിട്ട് കാണണ്ട. ബട്ട് വെർ ഇസ് യുവർ ഡോങ്കി? പക്ഷേ നിന്റെ ഡോങ്കി എവിടെയുള്ളത്? നീ മാത്രം നിന്റെ ഡോങ്കിയെ കാണുന്നില്ലല്ലോ. എവിടെ ഡോങ്കി? എവിടെ? ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ്. ഇപ്പോൾ ടൈല് പറയാണ്, ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ്. ലീവ് ലെഫ്റ്റ്. ഞാൻ അവനെ പുറത്ത് വിട്ടേച്ചതാണ്, പുറത്ത് വിട്ടിട്ടുണ്ട്. ഓപ്പോസിറ്റ് ദ പാലസ്, പാലസിന്റെ പുറത്ത്, ഓപ്പോസിറ്റ്, പാലസിന് ഓപ്പോസിറ്റ് ആയിട്ട് പുറത്ത് അവിടെ വെച്ചിരിക്കുകയാണ്. ഐ ഷാൽ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ, നോക്കുക, ശ്രദ്ധിക്കുക ആ വേർഡ്, ലുക്ക് ആഫ്റ്റർ എന്നുള്ള വേർഡ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നോക്കുക. എന്താ നോക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെങ്ങനെ നോക്കുന്നതല്ല. ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ നോക്കാറുണ്ട്. ഞങ്ങളുടെ പേരൻസ് ആണ് ഞങ്ങളെ നോക്കുന്നത്. ഞങ്ങളുടെ പേരൻസിനെ നോക്കാറുണ്ട്. ആ നോക്കലുണ്ടല്ലോ, അതാ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ശ്രദ്ധിച്ച് കെയർ ചെയ്ത് കൊണ്ടുനടക്കുന്ന നോക്കലിന് ലുക്ക് ആഫ്റ്റർ എന്നാ പറയുന്നത്. മറ്റേ ലുക്ക് എന്ന് പറഞ്ഞാൽ വെറും നോക്കുക എന്ന് മാത്രം. എന്തൊരു സാധനം നോക്കുക, ലുക്ക് അറ്റ് ദ സ്കൈ, അവിടെ നോക്കുകയാണ്. മറ്റെന്താണ്, ഞങ്ങള് പിന്നെ എന്നെ നോക്കുന്നത് എൻ്റെ അമ്മാവനാണ് എന്ന് പറയുമ്പോൾ മൈ അങ്കിൾ ലുക്സ് ആഫ്റ്റർ മീ. അതാണ് മൈ ഗ്രാൻഡ് മദർ ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ their son. അവരുടെ മകനാണ് അവരെ നോക്കുന്നത്, ഗ്രാൻഡ് മദർ നോക്കുന്നത്. ആ നോക്കുക എന്ന് പറഞ്ഞാലേ ഭക്ഷണവും സൗകര്യവും താമസവും ഒക്കെ കൊടുത്തുകൊണ്ട് ശുശ്രൂഷിച്ച് കൊണ്ടുപോകുന്നതിനാണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറയാം. ആ നോക്കൽ, ഞങ്ങൾ അവരാണ് നോക്കുന്നത്, ഇവരാണ് നോക്കുന്നത്, ഞങ്ങളെ നോക്കുന്നത് അവരാണ്, ഞങ്ങൾ ഇവരെ നോക്കുന്നത് ഞങ്ങളാണ് എന്നൊക്കെ പറയേണ്ടത്. ആ നോക്കൽ പറയേണ്ടത് ലുക്ക് ആഫ്റ്റർ ആണ്. ഓക്കെ, അതാണ് കുഴപ്പമൊന്നും. എന്താ
I shall be most grateful if Jeff is looked after. ഇനി എൻ്റെ കഴുതയായിട്ടുള്ള ജെഫിനെയും കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ കൃതാത്മനായി, വളരെ എനിക്ക് നല്ലൊരു സന്തോഷം കിട്ടും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ ആൻഡ് ലോഡിങ് അറ്റ് നൈറ്റ്. അവന് കുറച്ച് ഫോഡർ എന്ന് പറഞ്ഞാൽ കന്നുകാലി തീറ്റയാണ്, കാലിത്തീറ്റ. അവന് കുറച്ച് കാലിത്തീറ്റ വേണം, പിന്നെ രാത്രി ഒന്ന് സ്റ്റേ ചെയ്യണം, അത്രയേ ഉള്ളൂ. അവനെ നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ കൃതാത്മനായി, ധന്യനായി. ആ അർത്ഥത്തിലാണ് ടൈല് പറഞ്ഞത്. സെറ്റ് ടൈൽ. The Archduke immediately ordered the donkey. The Archduke immediately ordered. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇത് ഓർഡർ കൊടുത്തു. അതാ പ്രഭു അല്ലേ. The donkey to be taken care of. ഡോങ്കിയെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. And he added. അദ്ദേഹം വേറെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു അതിനോട്. ഡോങ്കിയെ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല ഓർഡർ കൊടുത്തത്, പിന്നെന്താ? ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. ട്രീറ്റ് ഇറ്റ് ലൈക്ക്, അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ്? ആസ് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. എൻ്റെ കുറേ പശുക്കളും മൃഗങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ, നായുണ്ട്, ഇങ്ങനെ കുറേ ജീവികളൊക്കെ ആ പാലസിൽ അദ്ദേഹം നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സ്വന്തം മൃഗത്തെ പോലെ തന്നെ അതിനെ നോക്കണം എന്നുകൂടി അദ്ദേഹം ഓർഡർ ചെയ്തു. ബിഫോർ ലോങ് supper was served and it was like a wedding feast. അധികം വൈകാതെ തന്നെ എന്ത് ചെയ്ത് അവന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ നിരത്തി കൊടുത്തു. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അടുത്ത പേജിൽ അതിൻ്റെ ചിത്രം ഉണ്ട്. അവൻ അവിടെ ഇരുന്നിട്ട് സുഭിക്ഷമായ ഭക്ഷണം, ഡെലീഷ്യസ് ഫുഡാണ്. ആ ഡെലീഷ്യസ് ഫുഡിന് അരികിൽ ഇരുന്നിട്ട് കഴിക്കുന്നത് കാണാം ടൈല്. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. സപ്പർ കൊടുത്തു. സപ്പർ എങ്ങനെയാണ്? വെഡിങ് ഫീസ്റ്റ് ആണ്. അതായത് കല്യാണത്തിനൊക്കെ പോയാലുള്ള സദ്യ ഉണ്ടാവില്ലേ, അതുപോലെ കല്യാണത്തിന് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് കൊടുക്കുക. അതേപോലെ അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായ ആ റോയൽ ടേബിളിൽ ഇരുന്നുകൊണ്ട്, റോയൽ ടൈലിൽ ഇരുന്നുകൊണ്ട് കഴിക്കാനുള്ളൊരു അവസരം രാജാവ് ഉണ്ടാക്കി. അവൻ ഭക്ഷണം കഴിച്ചു. The tables were loaded with every kind of food and drink. ആ ടേബിളിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് വെച്ചിരിക്കുന്ന പല തരത്തിലുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ഡ്രിങ്ക്സും, കുടിക്കാനുള്ള സാധനങ്ങളും കഴിക്കാനുള്ള പല തരത്തിലുള്ള സാധനങ്ങൾ വെച്ച് നിരത്തി വെച്ച ടേബിളിനരികെ ഇരുന്നിട്ടാണ് അവൻ ഭക്ഷണം കഴിച്ചത്. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. വൈനൊക്കെ വിലപിടിപ്പുള്ളതാണ്. വൈൻ എന്നൊക്കെ പറഞ്ഞാൽ ആ വിലപിടിപ്പുള്ള വൈൻ വളരെ ടേസ്റ്റിയാണ്. ആ ടേസ്റ്റി ആയിട്ടുള്ള വൈനൊക്കെ വെള്ളം ഒഴിച്ച് കുടിക്കുന്ന വൈനാണ്. കാരണം വെള്ളം പോലെ സുലഭമായിട്ട് കിട്ടാണ്ട് ഇഷ്ടം പോലെ നിരത്തി വെച്ചിരിക്കുകയാണ്. അതൊക്കെ അവൻ കഴിച്ചു. The courtiers stuffed themselves with the choicest dishes. The courtiers stuffed themselves, അല്ലേ? അതുപോലെ തന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള ആൾക്കാർ അവരൊക്കെ എന്ത് stuffed themselves with the choicest dishes. അത് കംപ്ലീറ്റ് കൊണ്ടുവച്ച് അവിടെ നിറച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് നിരത്തി വെച്ച് കോർട്ടിയസ് അവിടെയുള്ള ആളുകൾ. The Archduke made a child eat. കേട്ടോ, അവിടെ made a child eat, തീറ്റിക്കുക. Make plus present, ചെയ്യിപ്പിക്കുക. The Archduke made a child eat. എന്താ? തീറ്റിച്ചു, തിന്നിച്ചു എന്നൊക്കെ പറയാം, അല്ലെ? തീറ്റിച്ചു, അവനെ കൊണ്ട് തീറ്റിച്ചതാണ്. ആൻഡ് ഡ്രിങ്ക്, തീറ്റിക്കൽ, കുടിപ്പിക്കുക. അയാൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ്. ആര്? ആർച്ച്ഡ്യൂക്ക്. Until his stomach was about to burst. അവൻ്റെ വയറ് നിറഞ്ഞ് പൊട്ടാവുന്ന രീതിയിൽ, നിറഞ്ഞു പൊട്ടില്ല ആ രീതിയിൽ കഴുകി നമ്മൾ എടുത്ത് കൊടുക്കണം, തിന്നാനും കുടിക്കാൻ. The Archduke too ate heartily. The Archduke അവൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ട് നല്ലോണം കഴിച്ച് സന്തോഷമായിട്ട് തന്നെ തിന്നുകയാണ്. His face was flushed with a drink. അവൻ്റെ മുഖങ്ങളൊക്കെ എന്ത് ചെയ്ത് വളരെ തെളിഞ്ഞു വരികയാണ് സന്തോഷം കൊണ്ട്. കാരണം 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, 3 ദിവസത്തിന് ശേഷം കാര്യമായ ഭക്ഷണം കഴിച്ചു അവൻ്റെ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു വരികയാണ്. Flushed with it. But he seemed lost in thought. പക്ഷെ എന്തോ ഒരു ചിന്തയിലായ മുഴുകി ഇങ്ങനെ ഇരിക്കുകയാണ്. He suddenly looked up and said loudly. ആ സമയത്ത് തന്നെ ആ രാജാവ് ആ സമയത്ത് തന്നെ ചിന്താമുഗ്ധനെ അദ്ദേഹം പറയാണ്, our court painter must paint our portrait. കുറച്ച് കഴിയുമ്പോൾ രാജാവ് ഇങ്ങനെ ഇരുന്ന് പല സന്തോഷം ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിന്തയിലേക്ക് പോയി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, രാജാവ് പ്രഭു പറയാണ് എന്താണ്? our court painter must paint our portrait. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഛായാചിത്രം, ചുമർ ഛായാചിത്രമാണ്, അല്ലേ? ഛായാചിത്രം. നമ്മളുടെ കോട്ട് പെയിന്റർ അയാളാക്കി മാറ്റി. കോട്ട് പെയിന്റർ ഇയാളാണ്. ഇപ്പോൾ ഇദ്ദേഹം വരയ്ക്കണം നമ്മളുടെ പെയിന്റർ. എന്തിനാ നമ്മളുടെ പെയിന്റ് വരയ്ക്കുന്നത്? എൻ്റെ ചിത്രം വരയ്ക്കുക അയാളോട് ആജ്ഞാപിച്ചു. കാരണം ഇനി എൻ്റെ അടുത്ത തലമുറ വരുന്ന സമയത്ത് അവർക്ക് കാണാൻ പറ്റും ആ ചിത്രം വരച്ചു വെച്ചതൊക്കെ ആരായിരുന്നു ആ പ്രഭു, അദ്ദേഹത്തെ അറിയാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കോട്ട് പെയിന്റർ നമ്മുടെ ചിത്രം വരയ്ക്കട്ടെ, അത് ആജ്ഞാപിച്ചു. അവർ കോട്ട് പെയിന്റർ മസ്റ്റ് പെയിന്റ് അവർ പോർട്രേറ്റ് so that we will have the satisfaction of leaving our memory to our descendants. Descendant എന്ന് പറയുമ്പോൾ നമ്മളുടെ ആരാണ്? നമുക്ക് ശേഷം വരുന്ന ആൾക്കാർ, അനന്തരാവകാശികൾ. ആ ഡിസെൻഡന്റ് ഉണ്ട്, അനന്തരാവകാശികളായിട്ട് വരുന്ന ആളുകൾ നമ്മളെ പറ്റി മനസ്സിലാക്കാൻ ഒരു അവസരമാണ്. അതുകൊണ്ട് എൻ്റെ പോർട്രേറ്റ് വരയ്ക്കട്ടെ ആ പ്രഭു പറഞ്ഞു. അതാണ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലീവിങ് അവർ മെമ്മറി ടു അവർ ഡിസെൻഡൻസ്.
നമ്മുടെ മെമ്മറി ആർക്ക് വിട്ടുകൊടുക്കുകയാണ്? നമ്മളുടെ അനന്തരാവകാശികൾക്ക് നമ്മളുടെ മെമ്മറി വിട്ടുകൊടുക്കുക. അതായത് അവർക്ക് ഓർമ്മ ഉണ്ടാവും, ഇന്നൊരാളുണ്ടായിരുന്നു, പ്രഭുവായിട്ട് നിന്നിരുന്ന ആളായിരുന്നു ഇത് എന്നുള്ള അടുത്ത വരുന്ന തലമുറയ്ക്ക് ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മെമ്മറി ഉണ്ടാവും, ആരായിരുന്നു മുമ്പുണ്ടായിരുന്നതിനെ കുറിച്ച്. ഓക്കെ, we too have to take our place in history along with our noble ancestors. മാത്രമല്ല, നോബിൾ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ ഫാദേഴ്സ്, മുമ്പുള്ള പൂർവികരുണ്ട്, പൂർവികരുടെ കൂടെ തന്നെ ആ ചിത്രവും അവർ വെക്കട്ടെ. അപ്പോൾ പൂർവികർ എല്ലാവരെയും കാണുന്നതിനിടയ്ക്ക് നമ്മുടെ ചിത്രവും കാണാനൊരു സാധ്യതയുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. We too have to take our place in history. ചരിത്രത്തിൽ എൻ്റെ ഒരു സ്ഥാനം കിട്ടണം. ചരിത്രത്തിൽ എൻ്റെ പൂർവികന്മാർക്കുള്ള സ്ഥാനം പോലെ തന്നെ എനിക്ക് ഒരു സ്ഥാനം ഉണ്ടാവണം. അതിന് എൻ്റെ ഒരു ചിത്രം വരയ്ക്കണം. അതുകൊണ്ട് നമ്മളുടെ കോർട്ട് പെയിന്റർ നമ്മുടെ ചിത്രം വരയ്ക്കട്ടെ. Along with our noble ancestors whose portraits adorn these walls. ഈ ചുമരുകളൊക്കെ കണ്ടില്ലേ, ഈ മതിലുകളൊക്കെ കണ്ടില്ലേ, ഈ ചുമരുകളിലൊക്കെ വരച്ചിരിക്കുന്ന ചിത്രം എൻ്റെ പൂർവികന്മാരുടെ ചിത്രമാണ്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചിത്രവും വരയ്ക്കട്ടെ. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ അടുത്ത തലമുറയ്ക്കൊക്കെ തന്നെ എൻ്റെ ചരിത്രത്തിൽ ആ പേര് ഇടം പിടിക്കും. ആ ചരിത്രത്തിൽ ആ ചിത്രങ്ങളുടെ സ്ഥാനത്ത് എൻ്റെ ചിത്രവും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത അവകാശികൾക്ക് അതിനെപ്പറ്റി പഠിക്കാനൊരു അവസരവും മനസ്സിലാക്കാനൊരു അവസരവുമാണ്. അതുകൊണ്ട് കോർട്ട് പെയിന്റർ എൻ്റെ പോർട്രേറ്റ് വരയ്ക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. It was sad to think of death. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് വിഷമാണ്. അത് പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം അതും പറയുന്നുണ്ട്, എന്നെ മരണശേഷം അവർ ഓർമ്മിക്കട്ടെ, പക്ഷെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പേടിയാണ്. പക്ഷെ എപ്പോഴാണ് ദൈവം എന്ന് വിളിക്കാറില്ല. We do not know. അദ്ദേഹം പറയാണ്, we do not know when God will think of to fit to someone else. നമ്മൾ എപ്പോഴാണ് ദൈവം വന്ന് വിളിക്കാൻ നമ്മളൊരു ഉറപ്പില്ല. പക്ഷെ എന്തായാലും വിളിക്കട്ടെ. ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിന്റഡ്. ഇനി എപ്പോഴായാലും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നമ്മളെ പോർട്രേറ്റ് എന്ത് തന്നെയായാലും വരയ്ക്കണം. പെയിന്ററോട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആവശ്യപ്പെട്ടാണ് നമ്മളെ പോർട്രേറ്റ് പെയിന്റ് ആയിട്ടുള്ള ടൈൽ എൻ്റെ പോർട്രേറ്റ് ഇവിടെ വരയ്ക്കട്ടെ. അതോടുകൂടി എൻ്റെ അടുത്ത ജനറേഷൻ അത് മനസ്സിലാക്കാനും അത് എൻ്റെ ചരിത്രത്തിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടാവാനുള്ളൊരു അവസരമാണത്. അതുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം പോർട്രേറ്റ് വരയ്ക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ആ പാരഗ്രാഫ്. അടുത്ത 6ാമത്തെ പാരഗ്രാഫാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ബൈ.